നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറുപിള്ള യൂട്രസിനോട് ഒട്ടിയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്ലാസൻ്റ അക്രീറ്റ. ഇന്നും മാതൃമരണ നിരക്കിന്, പ്രത്യേകിച്ച് പ്രസവശേഷമുള്ള ബ്ലീഡിങ്ങിന് മൂലമുള്ള മരണത്തിന് ഒരു പ്രധാന കാരണം ഈ പ്ലാസൻ്റ അക്രീറ്റ എന്ന അവസ്ഥയാണ്. നമുക്കറിയാം, ഈ മറുപിള്ള ഒരു ടെമ്പററി ഓർഗനാണ്. ഈ യൂട്രസിൽ ഗർഭാവസ്ഥയിൽ മാത്രം ഉണ്ടാവുന്ന ഈ പ്ലാസൻ്റ പ്രസവശേഷം കുഞ്ഞ് പുറത്ത് വന്ന ശേഷം 5 മിനിറ്റിനകം തന്നെ സാധാരണ പ്ലാസൻ്റയും പുറത്ത് വരും. എന്നാൽ ഈ മറുപിള്ള ഇങ്ങനെ പുറത്ത് വരാൻ പറ്റാതെ യൂട്രസിൻ്റെ മസിലിലേക്ക് ഒട്ടിയിരിക്കുന്ന അവസ്ഥ. സാധാരണഗതിയിൽ ഈ മറുപിള്ളയും യൂട്രസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയറുണ്ട്. ഈ ലെയറിന് ഡാമേജ് വന്നു കഴിയുമ്പോൾ ഈ മറുപിള്ള യൂട്രസിൻ്റെ മസിലിലേക്ക് കയറി ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്ലാസൻ്റ അക്രീറ്റ സ്പെക്ട്രം എന്ന് തന്നെ പറയാം. ജസ്റ്റ് പ്ലാസൻ്റ ഈ യൂട്രസിൻ്റെ മസിലിലേക്ക് ഒട്ടിയിരിക്കുന്ന അവസ്ഥ, അതായത് പ്ലാസൻ്റ അക്രീറ്റ. മസിലിലേക്ക് നന്നായിട്ട് കയറിയിരിക്കുന്ന പ്ലാസൻ്റ ഇൻക്രീറ്റ. മസിലും യൂട്രസിനെ തുളച്ച് പുറത്ത് കടന്ന ഈ പ്ലാസൻ്റ പുറത്ത് വരുന്ന, എന്നിട്ട് യൂട്രസിനോട് ചേർന്നുള്ള ഓർഗനാണല്ലോ ബ്ലാഡറൊക്കെ. ഈ ബ്ലാഡറിലേക്കൊക്കെ പ്ലാസൻ്റ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ, അതാണ് പ്ലാസൻ്റ പെർക്രേറ്റ. ഇതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നേരത്തെ 1970-കളിലൊക്കെ ഇത് 1000 പ്രസവത്തിൽ ഒന്നാണ് കണ്ടിരുന്നെങ്കിൽ ഇന്നതൊരു 3 ഇരട്ടിയായി കൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഇത് സിസേറിയൻ റേറ്റ് കൂടുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഓരോ പ്രാവശ്യവും സിസേറിയൻ കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ DNC പോലുള്ള പ്രൊസീജിയർ അങ്ങനത്തെയൊക്കെ കഴിയുമ്പോൾ യൂട്രസിൻ്റെ ആ ഉള്ളിലുള്ള ആ ലൈനിങ്ങിനൊക്കെ ഡാമേജ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യത കൂടുന്നു. അതുപോലെ വേറെ ഫൈബ്രോയിഡ് എടുക്കുന്ന ഓപ്പറേഷൻ, മയോമെക്ടമി അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും യൂട്രസിനകത്തുള്ള എന്ത് സർജറി കഴിയുമ്പോഴും സാധാരണഗതി ഇതിൻ്റെ റേറ്റ് ആവുകയാണ്. സാധാരണഗതിയിൽ നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത് 5-ാം മാസത്തിലെ സ്കാനിൽ നമുക്കറിയാം ഈ പ്ലാസൻ്റ താഴെയാണോ, പ്ലാസൻ്റ ഈ പ്രത്യേകിച്ച് പ്രീവിയസ് ആയിട്ട് സിസേറിയനൊക്കെ ചെയ്തവരിൽ നമ്മൾ ഈ സ്കാറിനോട് ചേർന്നാണോ ഈ പ്ലാസൻ്റ എന്നൊക്കെ നമുക്ക് ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം. സാധാരണഗതിയിൽ ബ്ലീഡിങ്ങോ ഒന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ഈ പ്ലാസൻ്റ താഴെയായിരിക്കുന്ന പ്ലാസൻ്റ പ്രീവിയ എന്നുള്ള കണ്ടീഷനിലുള്ള പോലെ തന്നെ ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ഈ പ്ലാസൻ്റ അക്രീറ്റ ഉണ്ടാവുക പ്ലാസൻ്റ താഴെയായി പ്രീവിയസ് സിസേറിയൻ ഉള്ളവരിലാണ്. അപ്പോൾ ഈ പ്ലാസൻ്റ താഴെയായിരിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം. ഇങ്ങനെയുള്ളവരോട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് സാധാരണ സെക്ഷൽ റിലേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയും. കാരണം ഈ പ്ലാസൻ്റ താഴെയായിരിക്കുന്ന അവസ്ഥയിൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്ലാസൻ്റ പ്രീവിയയെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവിന് വേണ്ടി. പിന്നെ സാധാരണ നമ്മളിത് എപ്പോഴാണ് സിസേറിയൻ ചെയ്യേണ്ടി വരിക? സാധാരണ 34 മുതൽ 37 ആഴ്ചയ്ക്കകമാണ് സാധാരണ ഡിസൈഡ് ചെയ്യുക. നേരത്തെ ബ്ലീഡിംഗ് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്താൽ നമ്മൾ എപ്പോഴും വേണമെങ്കിലും എമർജൻസി ആയിട്ട് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സിസേറിയൻ ചെയ്യും. അത് അമ്മയുടെ ജീവനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പ്രീടേം ഡെലിവറി ആയാൽ കുഞ്ഞിന് സൗകര്യമുള്ള NICU സെറ്റപ്പുള്ള ഹോസ്പിറ്റലിൽ വേണം ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അവരെ നമ്മൾ 7-ാം മാസത്തിൽ പിന്നെ 8-ാം മാസത്തിലൊക്കെ നമ്മൾ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ പ്ലാസൻ്റ പിന്നെയും ഇതുപോലെ ഒട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോപ്ലർ ചെയ്യും. ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ്? ഈ പ്ലാസൻ്റ എന്ന് പറയുമ്പോൾ ഒരു റിച്ച് ബ്ലഡ് സപ്ലൈ ആണ്. അപ്പോൾ ആ ബ്ലഡ് ഫ്ലോ നമുക്ക് കാണുമ്പോഴറിയാം ഇത് എന്തുമാത്രം മുന്നോട്ട് യൂട്രസിൻ്റെ മസിലിലേക്ക് എന്തുമാത്രം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, ഇത് യൂട്രസ് ക്രോസ് ചെയ്ത് പുറത്തിറങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ MRI ടെസ്റ്റ്, അത് കുഞ്ഞിനും ദോഷമുണ്ടാവാത്തതാണ് MRIയുടെ റേഡിയേഷൻ. അപ്പോൾ MRI ചെയ്യുമ്പോഴും നമുക്ക് ഇത് അറിയാൻ പറ്റും. യൂട്രസിൻ്റെ ബ്ലഡ് ഫ്ലോ, അതായത് ഡേറ്റ് എടുക്കാറാകുമ്പോഴത്തേക്കിന് ഒരു 800 ml പെർ മിനിറ്റാണ്. അത്ര നല്ല ബ്ലഡ് സപ്ലൈ ആണ് യൂട്രസിനുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാസൻ്റ കുഞ്ഞിനെ നമ്മൾ സിസേറിയന് ശേഷം എടുത്ത ശേഷം നമ്മൾ പ്ലാസൻ്റ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കിന് പ്ലാസൻ്റ വിട്ടുപോരാതിരിക്കുന്ന അവസ്ഥയിൽ ഈ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സിവിയർ ബ്ലീഡിങ് ഉണ്ടാവുക. ഒബ്സ്റ്റട്രീഷ്യൻ്റെ ഒരു നൈറ്റ് മെയർ തന്നെയാണ്. പേഷ്യൻറ്റിനും ഇത് ലൈഫിന് തന്നെ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെയും ഹസ്ബൻഡിനെയും ഒക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും.
പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അപ്പോൾ സിസേറിയൻ ചെയ്യുമ്പോൾ പ്ലാസൻ്റ പോകുന്നില്ല എങ്കിൽ ഈ ബ്ലീഡിങ്ങിൻ്റെ സാധ്യത, അവരുടെ ഇനിയും അവർക്ക് പ്രഗ്നൻസി വേണം എന്നുള്ള താല്പര്യമില്ല എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ പ്ലാസൻ്റയെ ടച്ച് ചെയ്യാതെ കുഞ്ഞിനെ മാത്രം പുറത്തെടുത്തിട്ട് യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് സിസേറിയൻ്റെ കൂടെ തന്നെ യൂട്രസ് റിമൂവലൂടെ ചെയ്യുന്ന സിസേറിയൻ ഹിസ്റ്ററക്ടമി. ഇതിന് ആകുമ്പോൾ ഈ പ്ലാസൻ്റയെ നമ്മൾ ടച്ച് ചെയ്യാതെ മുറിവ് മുകളിലിട്ടിട്ട് ക്ലാസിക്കൽ സിസേറിയൻ എന്ന് പറയും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ പ്ലാസൻ്റയെ ടച്ച് ചെയ്യുകയും ചെയ്യാതിരിക്കുമ്പോൾ ലൈഫിൻ്റെ റിസ്ക് കുറവാണ്. അപ്പോൾ പിന്നെ അതല്ല, ഒരു ചെറിയ ഏരിയ മാത്രമേ ഈ പ്ലാസൻ്റയുടെ ഒട്ടിപ്പിടുത്തമുള്ളൂ എന്ന് നമുക്ക് MRIയിലൊക്കെ കൃത്യമായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരിലാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ആ ഭാഗം നമുക്ക് കുഞ്ഞിനെ എടുത്തതിന് ശേഷം ആ എന്തുമാത്രം ഭാഗമാണോ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ആ സൈറ്റിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് ആ ഒട്ടിയിരിക്കുന്ന സ്ഥലം, ആ ഭാഗം മാത്രം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി പ്ലാസൻ്റ നമുക്കപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം യൂട്രസ് നമ്മൾ സാധാരണ സിസേറിയൻ പോലെ തയ്ച്ചു വെക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഒരു 3-4 പ്ലാസൻ്റ അക്രീറ്റയുടെ സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിസേറിയൻ ചെയ്തപ്പോൾ 3 പേഷ്യൻസിനും നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഒരാൾക്ക് നമുക്ക് ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ആ യൂട്രസ് പ്രിസർവ് ചെയ്യാൻ പറ്റി. അപ്പോൾ സാധാരണ നമ്മൾ പേഷ്യൻറ്റിനെ എപ്പോഴും അവർക്കിനിയും പ്രഗ്നൻസിയുടെ ആവശ്യമില്ല, ഈ റിസ്ക് ബ്ലീഡിങ്ങിൻ്റെ സാധ്യത കൂടുതലാണെങ്കിൽ യൂട്രസ് റിമൂവൽ ആവശ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്താൽ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയും. അതായത് സീനിയറായിട്ടുള്ള ഒബ്സ്റ്റട്രീഷ്യൻ, സീനിയറായിട്ടുള്ള അനസ്തെറ്റിസ്റ്റ്, അതുപോലെ പീഡിയാട്രീഷ്യൻ, ചിലപ്പോൾ നമുക്ക് ഡെലിവറി നേരത്തെ ആക്കേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റൽ, NICUവിൻ്റെ ഫെസിലിറ്റി, അതുപോലെ ബ്ലഡ് ബാങ്ക് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള പോസ്റ്റ് ഓപ്പ് കെയർ ടീം, അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡായിട്ട് വേണം ഈ സർജറി ചെയ്യുവാനായിട്ട്. അങ്ങനെയുള്ള ഒരു സെൻറ്ററിലേ ഇത് ചെയ്യാമുള്ളൂ. അമ്മയ്ക്കാണ് കൂടുതൽ ഹാമുള്ളത്. പ്ലാസൻ്റയെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണല്ലോ ഈ ബ്ലീഡിങ് ഉള്ളത്. പിന്നെ പ്ലാസൻ്റ അക്രീറ്റയ്ക്ക് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയ മെത്തേഡുകൾ, അതായത് ഈ അയോർട്ട പോലുള്ള വലിയ ബ്ലഡ് വെസലുകൾ, മഹാധമനി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ ബ്ലഡ് വെസലുകൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഒക്ലൂഡ് ചെയ്യാൻ സഹായിക്കുന്ന അയോർട്ടിക് ക്ലാമ്പുകൾ, അതുപോലെ യൂട്രസിൽ ഇടുപ്പിനകത്തുള്ള ബ്ലഡ് വെസലിനെ നമുക്ക് ഒക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഈ ക്ലാമ്പ്, അതുപോലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നുള്ള അവരുടെ സൗകര്യം, അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ച് ചില പ്രത്യേക യൂട്രസിനിലേക്കുള്ള ആ ബ്ലഡ് ഫ്ലോയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് ഒക്ലൂഡ് ചെയ്യാൻ സഹായിക്കുന്ന മെത്തേഡുകൾ, ഇതൊക്കെ പ്ലാസൻ്റ അക്രീറ്റ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കുവാൻ ഇന്ന് സഹായിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയും, ഇത് ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്ലാസൻ്റ അക്രീറ്റയുടെ സംശയം അവിടെ വെച്ച് നമുക്കുണ്ടാവുകയാണെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ യൂട്രസ് തൊടുക പോലും ചെയ്യാതെ വയറ് ക്ലോസ് ചെയ്തിട്ട് അതിന് സൗകര്യമുള്ള സെൻറ്ററിലേക്ക് വിടണം എന്നാണ് പറയുക. കാരണം ജീവന് വളരെ ഭീഷണിയായിട്ടുള്ള, പ്രത്യേകിച്ച് ബ്ലഡൊന്നും റെഡി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ് മിനിറ്റുകൾക്കകം പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്തു പോകും, മരിക്കാൻ തന്നെ ഇടയാകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഈ പ്ലാസൻ്റ അക്രീറ്റയ്ക്കുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. ഇതിനൊരു പ്രധാന കാരണം ഈ പ്ലാസൻ്റ താഴെയായിരിക്കുന്ന അവസ്ഥയിൽ ഈ പ്രത്യേകിച്ച് പ്രീവിയസ് സ്കാറിലേക്ക് ഒട്ടിയിരിക്കുന്ന അവസ്ഥ, അതാണല്ലോ ഈ പ്ലാസൻ്റ അക്രീറ്റ. അപ്പോൾ ഓരോ സിസേറിയൻ കഴിയുമ്പോഴും അതിൻ്റെ റേറ്റ് കൂടുന്നു. പിന്നെ ഇത് നമ്മൾ എപ്പോഴും സിസേറിയൻ്റെ സമയത്താണെങ്കിലും നമ്മൾ അവരോട് പറയും, നമ്മുടെ മുറിവ് സാധാരണ സിസേറിയന് വിലങ്ങനെയുള്ള മുറിവാണ്, പക്ഷേ ഈ പ്ലാസൻ്റ അക്രീറ്റയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനിൽ മുറിവ് പൊക്കിളിന് താഴേക്ക് നെടുവെയുള്ള ഒരു മുറിവായിരിക്കും. അപ്പോൾ ഒരു മിഡ് ലൈൻ വെർട്ടിക്കൽ ഇൻസിഷൻ എന്ന് പറയാം. അത് കഴിയുമ്പോൾ പോസ്റ്റ് ഓപ്പ് കെയറും കൂടുതലാണ്. അതായത് നമ്മൾ ഈ ഒരു മുറിവിന് കുറച്ച് കൂടുതൽ വേദന കൂടുതലാണ് ഉണ്ടാവാം ഇനീഷ്യലി. പിന്നെ നമ്മൾ കൂടുതൽ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. മസിൽ ഒക്കെ നന്നായിട്ട് ഹീലാവാനും കുറച്ച് റെസ്റ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഇൻസിഷനെക്കുറിച്ചും പേഷ്യൻറ്റോട് പറയും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ പ്രത്യേകം നമ്മൾ കൺസെൻ്റ് എടുക്കും. പിന്നെ അവരുടെ ഹീമോഗ്ലോബിൻ നമ്മളെപ്പോഴും ഈ പേഷ്യൻസിനോട് നമ്മൾ പറയും, അവരുടെ ഹീമോഗ്ലോബിൻ നന്നായിട്ട് നല്ല ലെവലിൽ ഒരു 12-13 ഒക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇവരുടെ ബ്ലീഡിങ് കൂടുതലാവാനും, അപ്പോൾ അവർക്ക് അത്രയും ബ്ലഡ് ഉണ്ടെങ്കിൽ, അവരുടെ ഹീമോഗ്ലോബിൻ അത്രയും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ബ്ലീഡിങ്ങിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ നമുക്കിത് ഈ പ്ലാസൻ്റ അക്രീറ്റ എന്നുള്ള പ്രോബ്ലം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്
നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കോഴ്സ് പ്രീവിയസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള സിസേറിയൻ ആകാം, അതുപോലെ റിപ്പീറ്റഡ് ഡിയാൻസി ആകാം, അതായത് ഫൈബ്രോയിഡ് എടുക്കാനുള്ള സർജറി, അതായത് മയോമെക്ടമി പോലുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ അങ്ങനെ യൂട്രസിന് ഉള്ളിൽ ഉള്ള ആ ലെയറിന് ഒരു ഡാമേജ് വരുന്ന ഏത് പ്രൊസീജിയറും ഈ പ്ലാസൻ്റ അക്രീറ്റ എന്നൊരു കണ്ടീഷന് വഴിതെളിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക ഒന്നാമത്തെ കാര്യം സിസേറിയൻ്റെ റേറ്റ് കുറയുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമെങ്കിൽ സിസേറിയൻ തീർച്ചയായിട്ടും വേണം. പക്ഷേ ചിലർ നമ്മളുടെ പ്രാക്ടീസിൽ കാണാറുണ്ട്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഉള്ള ഭയം, അതിന് വേദനയെക്കുറിച്ചുള്ള പേടി എന്നിവ കൊണ്ടൊക്കെ സിസേറിയൻ മതി എന്ന് കട്ടായം പിടിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ സിസേറിയൻ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ അറിയുക, ഈ പ്ലാസൻ്റ അക്രീറ്റ എന്നൊരു വലിയ പ്രശ്നം അവർക്ക് ഭാവിയിൽ വരാനുള്ള സാധ്യത കുറവാണെങ്കിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ആദ്യത്തെ സിസേറിയന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ദയവ് ചെയ്ത് ചെയ്യരുത്. പിന്നെയുള്ളത് ഒരു പ്രത്യേകിച്ച് അറിയേണ്ടത് ഡിയാൻസിക്ക് നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു അബോർഷൻ, പ്രത്യേകിച്ച് ഏർലി അബോർഷനൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ മെത്തേഡുണ്ട്. അപ്പോൾ നേരെ ഡിയാൻസി വേണമെന്നില്ല. അപ്പോൾ ആ മെഡിക്കൽ മെത്തേഡ് ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ഡിയാൻസി ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ് കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗം. അപ്പോൾ പിന്നെ ഈ പേഷ്യൻസ് പിന്നെ അറിഞ്ഞിരിക്കണം, ഇവർക്ക് HDU കെയർ ഒക്കെ വേണം, അതായത് ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റൊക്കെ ഇവർക്ക് ഈ സർജറിയുടെ പ്രൊലോങ്ഡ് സർജറി അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കതനുസരിച്ചുള്ള കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ വേണം. പിന്നെ എപ്പോഴും നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസ്കുകൾ പറയാറുണ്ട്. ബ്ലാഡറിനുള്ള ഇഞ്ചുറി, അതുപോലെ മൂത്രനാളി യൂറിറ്ററിന് വരാവുന്ന ഇഞ്ചുറി, അങ്ങനെയുള്ള ഇഞ്ചുറിയുടെ സാധ്യതയൊക്കെ, മുറിവിൻ്റെ സാധ്യതയൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാസൻ്റ അക്രീറ്റ എന്നുള്ള ഈ നൈറ്റ്മെയർ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നന്ദി, നമസ്കാരം.